ഭഗവതേ വാസുദേവായ. ഓം ദേവകീസുത ഗോവിന്ദ വാസുദേവ ജഗത്പദേ ദേഹി മേ തനയം കൃഷ്ണ ത്വാമഹം ശരണം ഗതഃ. ശ്രാവണപുത്രദ ഏകാദശി. പുത്രദ ഏകാദശി എന്ന പേരിൽ നിന്ന് തന്നെ നമുക്കെല്ലാവർക്കും വ്യക്തമാകും ഈ ഏകാദശിയുടെ പ്രാധാന്യം. സന്താന സൗഭാഗ്യത്തിനായി സന്തതികളില്ലാത്ത ദമ്പതിമാർ ഈ വ്രതം അനുഷ്ഠിക്കുന്നത് ഏറ്റവും ഉചിതമാണ്. പുത്രരുള്ള മാതാപിതാക്കൾ സന്താനങ്ങളുടെ നന്മയ്ക്കായി അവരുടെ ആയുരാരോഗ്യത്തിനും ഉയർച്ചയ്ക്കും ഒക്കെയായി പുത്രദ ഏകാദശി അനുഷ്ഠിക്കുന്നത് വളരെ നല്ലതാകുന്നു. കൂടാതെ ഗ്രഹദോഷങ്ങൾ ഇല്ലാതാകാനും ദാമ്പത്യ സൗഖ്യത്തിനും ഈ വ്രതം അനുഷ്ഠിക്കേണ്ടതാണ്. ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ 11-ാം ദിവസത്തിൽ വരുന്ന ഏകാദശിയാണ് ശ്രാവണപുത്രദ ഏകാദശി. ശ്രാവണപുത്രദ ഏകാദശിയുടെ മഹാത്മ്യത്തെ വിശദീകരിക്കുന്ന ഒരു കഥയും പുരാണത്തിലുണ്ട്. മഹിഷ്മതി എന്ന രാജ്യം ഭരിച്ചിരുന്ന ശ്രേഷ്ഠനായ ഒരു രാജാവായിരുന്നു മഹിജിത്ത്. വളരെ നല്ല ഒരു രാജാവായിരുന്നിട്ടും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടെങ്കിലും പുത്രഭാഗ്യം മാത്രം അദ്ദേഹത്തിനുണ്ടായില്ല. പുത്രഭാഗ്യത്തിനു വേണ്ടി പല പൂജകളും യജ്ഞങ്ങളും ഒക്കെ നടത്തിയെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല. വളരെ ദുഃഖിതനായി തീർന്ന രാജാവ് തൻ്റെ കൊട്ടാരത്തിൽ ഒരു യോഗം വിളിച്ചുകൂട്ടി പണ്ഡിതന്മാരോടും തൻ്റെ ഗുരുക്കന്മാരോടും ഒരു പ്രതിവിധിയെക്കുറിച്ച് ആലോചിച്ചു. രാജാവിൻ്റെ ദുഃഖത്തിൽ വിഷമിച്ച ജനങ്ങളും പണ്ഡിതന്മാരും അതിന് ഒരു പരിഹാരം അന്വേഷിച്ച് പലയിടത്തും അലഞ്ഞു. അങ്ങനെ ഒടുവിൽ ഒരു വനത്തിൽ വച്ച് വളരെ ജ്ഞാനിയായ ശ്രേഷ്ഠനായ ഒരു മുനിയെ കണ്ടെത്തി. അദ്ദേഹത്തോട് തങ്ങളുടെ രാജാവിൻ്റെ ദുഃഖത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ജ്ഞാനിയായ അദ്ദേഹം തൻ്റെ ജ്ഞാനബുദ്ധി ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ ദോഷമെന്തെന്ന് കണ്ടുപിടിച്ചു. അതിങ്ങനെയായിരുന്നു. കഴിഞ്ഞ ജന്മത്തിൽ ഒരു വ്യാപാരിയായിരുന്ന രാജാവ് ദീർഘദൂര യാത്രക്കിടയിൽ ഒരിക്കൽ വല്ലാതെ ദാഹിച്ചു. വെള്ളം കുടിക്കാൻ ഒരു പൊയ്കയിൽ ഇറങ്ങിയപ്പോൾ അവിടെ ഒരു പശുവും പശുക്കിടാവും വെള്ളം കുടിക്കാനായി നിൽക്കുന്നുണ്ടായിരുന്നു. ആ സാധു മൃഗങ്ങളെ തല്ലി ഓടിച്ചിട്ടാണ് വ്യാപാരി വെള്ളം കുടിക്കാനിറങ്ങി വെള്ളം കുടിച്ച് മടങ്ങിയത്. വളരെ ദാഹിച്ച് വെള്ളം കുടിക്കാൻ നിന്ന ആ സാധു മൃഗങ്ങളെ ദാഹം തീർക്കാൻ അനുവദിക്കാതെ ആട്ടി ഓടിച്ചതിൻ്റെ ശാപമാണ് അടുത്ത ജന്മത്തിൽ രാജാവായ മഹിജിത്ത് അനുഭവിക്കേണ്ടി വന്നത്. അതിനു പരിഹാരമായി ശ്രാവണപുത്രദ ഏകാദശി വ്രതം യഥാവിധി അനുഷ്ഠിക്കാൻ മുനി പറഞ്ഞു. കൂടാതെ അതേ വ്രതം തന്നെ ആ രാജ്യത്തെ ജനങ്ങളും അനുഷ്ഠിച്ച് ആ പുണ്യം രാജാവിനായി സമർപ്പിക്കാൻ ഉപദേശിച്ചു. അങ്ങനെ രാജാവും പത്നിയും ജനങ്ങളും വ്രതമനുഷ്ഠിച്ചതിൻ്റെ ഫലമായി രാജാവിന് സത്പുത്രർ ജനിക്കുകയും വളരെ സന്തോഷകരമായ ഐശ്വര്യപൂർണമായ ജീവിതം നയിക്കുകയും ചെയ്തു. ദശമി ദിനത്തിൽ അതിരാവിലെ കുളിച്ച് ഒരിക്കലൂണായി വ്രതം ആചരിച്ച് ഏകാദശിയുടെ അന്ന് അതിരാവിലെ കുളിച്ച് ആദിത്യ സ്തുതി ചൊല്ലി തുളസിക്ക് ദീപം വച്ച് സ്തുതി ചൊല്ലി പ്രദക്ഷിണം ചെയ്ത് പൂജാമുറിയിൽ നെയ്ദീപം തെളിയിച്ച് ഗണപതി സ്തുതിയും കുലദേവതാ സ്തുതിയും ചൊല്ലി ഭഗവത് സ്തോത്രങ്ങൾ കഴിയുന്നത്ര ജപിക്കുക. ക്ഷേത്രദർശനം നടത്താൻ കഴിയുന്നവർ അത് നടത്തുക. പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കാൻ കഴിയുന്നവർ അങ്ങനെ, അല്ലാത്തവർ പഴങ്ങളും ഇളനീരും കഴിച്ച് വ്രതമാചരിക്കുക. നിറഞ്ഞ ഭക്തിയോടെ ഉള്ള നാമജപം, അതാണ് ഏറ്റവും പ്രധാനം. ഹരിവാസരത്തിൽ അഖണ്ഡ നാമജപം വളരെ പ്രധാനമാണ്. വിഷ്ണു സഹസ്രനാമം, നാരായണീയം, വിഷ്ണുഭുജംഗം എന്നിവയൊക്കെ ചൊല്ലാവുന്നതാണ്. ശ്രാവണപുത്രദ ഏകാദശി ദിനത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ സന്താനഗോപാലനായിട്ടാണ് പൂജിക്കുന്നത്. സന്താനഗോപാല മന്ത്രം 108 ഉരുവീതം ജപിച്ചുകൊണ്ട് ഉപവാസം അനുഷ്ഠിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സന്താനങ്ങൾ ഉണ്ടാവുന്നതിന് തടസ്സമാകുന്ന കാര്യങ്ങൾ ഇല്ലാതെയാകുന്നു. അങ്ങനെ സന്താന സൗഭാഗ്യം ഉണ്ടാവുന്നു. പൂർണ്ണ ഭക്തിയോടെ അനുഷ്ഠിക്കണമെന്നത് നിർബന്ധമാണ്. ഈ വർഷം ശ്രാവണപുത്രദ ഏകാദശി 2026 ഓഗസ്റ്റ് 23 ഞായറാഴ്ചയാണ് വരുന്നത്. ഏകാദശി തിഥി ഓഗസ്റ്റ് 23 പുലർച്ചയ്ക്ക് മുൻപ് 2 മണിക്ക് ആരംഭിച്ച് ഓഗസ്റ്റ് 24 രാവിലെ 4:19 അവസാനിക്കുന്നു. പാരണ വീടേണ്ടത് ഓഗസ്റ്റ് 24 ഉച്ച കഴിഞ്ഞ് 1:40 4:07 ഇടയ്ക്കുള്ള സമയത്താണ്. ഹരിവാസരം വരുന്നത് ഓഗസ്റ്റ് 23 രാത്രി 9:48 മുതൽ ഓഗസ്റ്റ് 24 പകൽ 10:48 വരെയാണ്. ഹരിവാസര സമയം അഖണ്ഡ നാമജപം ഏറെ പ്രധാനവും
അതുപോലെ വളരെയധികം പുണ്യവുമാണ്. സാധിക്കുന്നവർ പൂർണ്ണ ഉപവാസമായോ അല്ലാത്തവർ പഴങ്ങളും പച്ചക്കറികളും മാത്രം ഭക്ഷിച്ചോ വ്രതം എടുക്കാവുന്നതാണ്. ശ്രാവണപുത്രത ഏകാദശി യഥാവിധി അനുഷ്ഠിച്ച് ഗ്രഹദോഷങ്ങളെല്ലാം നീങ്ങി ദാമ്പത്യ സൗഖ്യവും സന്താനങ്ങൾക്ക് മേൽഗതിയും സന്താനങ്ങളില്ലാത്തവർക്ക് സത്സന്താനങ്ങളും ഭഗവാന്റെ അനുഗ്രഹത്താൽ ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്താന ലബ്ധിക്കായി പ്രാർത്ഥിക്കുന്ന എല്ലാവരും ഇനി പറയുന്ന മന്ത്രം 108 ഉരു നിറഞ്ഞ ഭക്തിയോടെ ജപിക്കേണ്ടതാണ്. നല്ല ആരോഗ്യമുള്ള ഐശ്വര്യമുള്ള സത്സന്താനം ജനിക്കാൻ ഈ മന്ത്രം വളരെ സഹായിക്കും. ഭഗവാന്റെ അനുഗ്രഹം ആവോളം ലഭിക്കുകയും ചെയ്യും. ഏകാദശിയുടെ അന്ന് മാത്രമല്ല, നിത്യം ജപിക്കുന്നതും വളരെ ഉത്തമം. ഈ വരുന്ന ശ്രാവണപുത്രത ഏകാദശി സന്താനലബ്ധിക്കായി വ്രതം ആചരിച്ച് മന്ത്രം ചൊല്ലുന്നത് വളരെ വിശേഷമാണ്. അന്ന് ഉറപ്പായും 108 തവണ ഈ മന്ത്രം ജപിക്കേണ്ടതാണ്. മന്ത്രവും അതിൻ്റെ അർത്ഥവും: ഓം ശ്രീം ഹ്രീം ക്ലീം ഗ്ലൗം ദേവകീ സുത ഗോവിന്ദ വാസുദേവ ജഗത്പദേ ദേഹി മേ തനയം കൃഷ്ണ ത്വാമഹം ശരണം ഗത. അർത്ഥം: ദേവകിയുടെ പുത്രനായ ഗോവിന്ദ, വാസുദേവ, ജഗത്തിൻ്റെ നാഥ കൃഷ്ണ, ഞാൻ അങ്ങയെ ശരണം പ്രാപിക്കുന്നു. എനിക്ക് സത്സന്താനത്തെ നൽകി അനുഗ്രഹിക്കണമേ. മന്ത്രം ചൊല്ലുമ്പോൾ ശുദ്ധമായ ഉച്ചാരണവും അതീവ ഭക്തിയും വളരെ പ്രധാനമാണ്. എല്ലാവർക്കും എല്ലാവിധ സൗഭാഗ്യങ്ങളും സത്സന്താനങ്ങളും ഉണ്ടായി എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ശ്രീം ഹ്രീം ക്ലീം ഗ്ലൗം ദേവകീ സുത ഗോവിന്ദ വാസുദേവ ജഗത്പദേ ദേഹി മേ തനയം കൃഷ്ണ ത്വാമഹം ശരണം ഗത. ഓം ശ്രീം ഹ്രീം ക്ലീം ഗ്ലൗം ദേവകീ സുത ഗോവിന്ദ വാസുദേവ ജഗത്പദേ ദേഹി മേ തനയം കൃഷ്ണ ത്വാമഹം ശരണം ഗത. ഓം ശ്രീം ഹ്രീം ക്ലീം ഗ്ലൗം ദേവകീ സുത ഗോവിന്ദ വാസുദേവ ജഗത്പദേ ദേഹി മേ തനയം കൃഷ്ണ ത്വാമഹം ശരണം ഗത. ഓം ശ്രീം ഹ്രീം ക്ലീം ഗ്ലൗം ദേവകീ സുത ഗോവിന്ദ വാസുദേവ ജഗത്പദേ ദേഹി മേ തനയം കൃഷ്ണ ത്വാമഹം ശരണം ഗത. ഓം ശ്രീം ഹ്രീം ക്ലീം ഗ്ലൗം ദേവകീ സുത ഗോവിന്ദ വാസുദേവ ജഗത്പദേ ദേഹി മേ തനയം കൃഷ്ണ ത്വാമഹം ശരണം ഗത. ഓം ശ്രീം ഹ്രീം ക്ലീം ഗ്ലൗം ദേവകീ സുത ഗോവിന്ദ വാസുദേവ ജഗത്പദേ ദേഹി മേ തനയം കൃഷ്ണ ത്വാമഹം ശരണം ഗത. ഓം ശ്രീം ഹ്രീം ക്ലീം ഗ്ലൗം ദേവകീ സുത ഗോവിന്ദ വാസുദേവ ജഗത്പദേ ദേഹി മേ തനയം കൃഷ്ണ ത്വാമഹം ശരണം ഗത. ഓം ശ്രീം ഹ്രീം ക്ലീം ഗ്ലൗം ദേവകീ സുത ഗോവിന്ദ വാസുദേവ ജഗത്പദേ ദേഹി മേ തനയം കൃഷ്ണ ത്വാമഹം ശരണം ഗത.